ഹായ്. ഈസ്റ്ററിൻ്റെ സന്ദേശം എൻ്റെ ചിന്തയിൽ മനുഷ്യവർഗം സൃഷ്ടിച്ച ശിക്ഷയുടെ ഏറ്റവും ക്രൂരമായ ഉപകരണങ്ങളിലൊന്നാണ് കുരിശ്. എന്നിരുന്നാലും ക്രൂരത, സ്വാർത്ഥത, അത്യാഗ്രഹം എന്നിവയാൽ നയിക്കപ്പെടുന്നവർ നീതിയുടെ പേരിൽ ക്രിസ്തുവിനെ അതിന്മേൽ ക്രൂശിച്ചപ്പോൾ കുരിശും ക്രിസ്തുവും നന്മയുടെയും ദൈവികതയുടെയും ശാശ്വത പ്രതീകങ്ങളായി രൂപാന്തരപ്പെട്ടു. നിരപരാധിത്വത്തെ കുറ്റം വിധിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തവർ തിന്മയുടെ നിലനിൽക്കുന്ന പ്രതിച്ഛായയെ പ്രതിനിധീകരിക്കാൻ തുടങ്ങി. ഇത് കൂടുതൽ ആഴത്തിലുള്ള ഒരു സത്യം വെളിപ്പെടുത്തുന്നു. നിത്യനന്മയും സത്യവും ഒരിക്കലും നശിക്കപ്പെടില്ല. അന്യായവും സ്വാർത്ഥതയുമായ ശക്തികളാൽ അടിച്ചമർത്തപ്പെടുമ്പോൾ പോലും നന്മ നശിക്കുന്നില്ല. ഇരുട്ടിന് ശേഷമുള്ള പ്രഭാതം പോലെ അത് വീണ്ടും ഉദിക്കുന്നു, ലോകത്തെ പ്രകാശിപ്പിക്കുകയും മനുഷ്യരാശിയെ നയിക്കുകയും ചെയ്യുന്നു. മതം, ജാതി, രാഷ്ട്രീയം, തൊഴിൽ, ധാർമ്മികത എന്നിങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും യഥാർത്ഥ നന്മ നിലനിൽക്കുന്നു. ആത്മാർത്ഥതയോടെ പരിശീലിക്കുമ്പോൾ ഇവ ഐക്യത്തിൻ്റെയും ഉന്നമനത്തിൻ്റെയും പാതകളായി മാറുന്നു. എന്നിരുന്നാലും സ്വാർത്ഥരായ വ്യക്തികൾ ചൂഷണത്തിനായി ദുരുപയോഗം ചെയ്യുമ്പോൾ അവ കഷ്ടപ്പാടിൻ്റെ ഉപകരണങ്ങളായി മാറുന്നു. ഈ ദുരുപയോഗം വ്യക്തികൾക്ക് മാത്രമല്ല, കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കും ഒടുവിൽ മുഴുവൻ ലോകത്തിനും ദുരിതം കൊണ്ടുവരുന്നു. അങ്ങനെ നന്മയും സ്വാർത്ഥതയും തമ്മിലുള്ള പോരാട്ടം തുടർച്ചയായി തുടരുന്നു. എന്നാൽ ചരിത്രവും മനസാക്ഷിയും തമ്മിൽ ഓർമ്മിപ്പിക്കുന്നു. തിന്മ ഒരു നിമിഷത്തേക്ക് ആധിപത്യം സ്ഥാപിച്ചേക്കാം, പക്ഷേ നന്മയാണ് സഹിച്ചു നിൽക്കുന്നതും രൂപാന്തരപ്പെടുന്നതും ഒടുവിൽ മനുഷ്യരാശിയെ മുന്നോട്ട് നയിക്കുന്നതും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഈസ്റ്റർ ആശംസ നേരുന്നു. എല്ലാവർക്കും ശേഖർജി ജീവിതം നന്മ നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഐ ലവ് യു. സംസാരം നല്ല രീതിയിലുള്ള ഉച്ചാരണം മഞ്ഞില്ല. എല്ലാവരും എന്നോട് ക്ഷമിക്കാം. എന്തെങ്കിലും ശരിയാകും എന്ന് വിശ്വസിക്കുന്നു. മുകളിൽ എല്ലാം കാണുന്നുണ്ട് എന്ന്. എല്ലാവർക്കും നല്ലത് വരട്ടെ. വീണ്ടും ഓക്കെ. ഐ ലവ് യു.